ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു അടിപൊളി വെറൈറ്റി ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട റവയും ഗോതമ്പ് പൊടിയും പഞ്ചസാരയും ഈസ്റ്റും എല്ലാതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കട്ടി പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം, വളരെ കുറച്ചിട്ടോ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും എല്ലാതും കൂടി ചേർത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു സാധാരണ നമുക്ക് അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ വെറും ഒരു 10 മിനിറ്റ് മാത്രമാണ് ഇതൊന്ന് മാറ്റി വെക്കുന്നത്. ആ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തക്കാളിയും സവോളയും ചെറിയൊരു കഷ്ണം കയാമ്പും അല്ലാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് അപ്പോഴേക്കും ഇത് മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ എനിക്ക് അധികം നേരം വെക്കാനുള്ള സമയമില്ല കേട്ടോ. നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും കേട്ടോ. പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളത് അരയ്ക്കുന്ന സമയത്ത് പച്ചവെള്ളം അല്ലാട്ടോ ചേർക്കേണ്ടത്. ഞാനത് വിട്ടുപോയി പറയാനായിട്ട്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ കല്ലൊന്ന് ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുമ്പോൾ ദോശയ്ക്ക് പരത്തുന്ന പോലെ അത്ര നമുക്ക് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്നിട്ട് ഇതേപോലെ ചെറിയ ഹോൾസ് ഇങ്ങനെ വരും. ആ സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് നമുക്കതൊന്ന് കിട്ടുക. നിറച്ച് ഹോളായിട്ട് നമുക്ക് ഓട്ടടയുടെയൊക്കെ ഒരു ഇതിലാണ് കേട്ടോ കിട്ടുക. പക്ഷെ ഇത് ഓട്ടടയല്ല, റവ കൊണ്ടുള്ള ഒരു അപ്പാണ് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഇതിൽ പോവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഭക്ഷണം ഞാനിപ്പോൾ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിന് പിന്നെ സുഡാപ്പിക്കൊക്കെ വാരി കൊടുത്തു. പിന്നെ സുഡാപ്പി സ്കൂളിലൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ അടുത്ത വിശേഷങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്ത് കറിയൊക്കെ എന്ന് ആലോചിച്ചപ്പോഴാണ് മുരിങ്ങല, പരിപ്പും മുരിങ്ങലയും കൂടി വെക്കാൻ വെച്ചിട്ട് അങ്ങനെ മുരിങ്ങല പൊട്ടിച്ചതാട്ടോ. ഞാനിത് പൊട്ടിക്കുന്ന സമയത്ത് ഇതിൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാത്തൂസ് പറയുന്നുണ്ട് ഞാൻ പൊട്ടിക്കുമ്പോൾ ഒന്നും മുരിങ്ങല വേണ്ടാന്ന്. പക്ഷെ ഞാൻ എന്താ കറിയൊക്കെയാണെന്ന് ആലോചിച്ചത് പിന്നെ വേറെ ഒന്നും വെക്കാനായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലെ പരിപ്പ് വെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇതെന്തായാലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുരിങ്ങലൊക്കെ പൊട്ടിച്ച് പാത്തൂസിന് സോപ്പൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിന്നിരുന്ന് മുരിങ്ങല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ പാത്തൂസ് വന്നിട്ട് വെറുക്കിലേക്ക് എടുത്തിട്ട് എന്നെ അടിക്കാനൊക്കെ വെച്ചിട്ട് മുരിങ്ങല വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ചെയ്തില്ല. ഞാൻ നാളെ സോപ്പിട്ടിട്ട് അവിടെ വന്നിരുന്ന്
അങ്ങനെ മുരിങ്ങയില നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ മുരിങ്ങയിലൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പാത്തൂസ് വന്നിട്ട് അതിൽ വലിയ കോലുകളൊക്കെ ഇടുക, പിന്നെ അതെടുത്ത് കളയാം. ഉരുക്കളി കൊണ്ട് തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൽ കുത്തുന്ന പറയുമ്പോൾ അവൾ അടിച്ചിട്ട് ഓടുക, വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ മുരിങ്ങയില നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്തൂസ് വന്നിട്ട് ഇങ്ങനെ ഇലകളൊക്കെ ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് അങ്ങനെ പോയി കേട്ടോ. പിന്നെ ഇങ്ങനെ മുരിങ്ങയില ഇങ്ങനെ ഊരിടുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചൊറിയുമ്പോഴേന്. പാത്തൂസ് എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ ഇതേ പുഴു പോണു എന്നിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ചൊറിയുമ്പോഴും കേട്ടോ. അപ്പോൾ ഇത് പറിക്കുന്ന സമയത്ത് ഞാൻ അതിൽ നന്നായി നോക്കിയപ്പോൾ ചൊറിയുമ്പോഴൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കണ്ടതോടുകൂടി എൻ്റെ കിളി പോയി. ഞാൻ വേഗം അതെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് കളഞ്ഞു കേട്ടോ. ഈ ചൊറിയുമ്പോഴുവിനെ കണ്ടു കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആകെ ചൊറിച്ചലായിരിക്കും. അപ്പോൾ അതങ്ങനെ എടുത്ത് കളഞ്ഞു ഞാൻ. പിന്നെ ഒരു പപ്പക്കായ പോയിട്ട് പൊട്ടിച്ചു കേട്ടോ. പപ്പക്കായ പൊട്ടിച്ചുകൊണ്ടെന്ന് ഇനിയിപ്പോൾ എന്തായാലും പപ്പക്കായ ഉപ്പേരി വയ്ക്കാം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കുക എന്നുള്ള ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പപ്പക്കായ ഞാൻ വേഗം നന്നായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേഗം ഒന്ന് ഉപ്പേരിക്ക് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പെറുക്കിയിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് പോയിട്ട് എന്ത് കറി വയ്ക്കുമെന്ന് വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ വയ്ക്കാമെന്ന്. അപ്പോൾ പിന്നെ എന്താ വിചാരിച്ചാൽ ഇന്ന് എരുമ്പുളിയും പരിപ്പും തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് പപ്പക്കായ. നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ ഇരുമ്പുളി പൊട്ടിക്കാനായിട്ട് വന്നത് കേട്ടോ. ഇരുമ്പുളി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ അതേ അവസ്ഥ തന്നെ ഇവിടെയും വന്നത് കേട്ടോ. ഇരുമ്പുളി പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ അതേ ചൊറിയുമ്പോഴും കേട്ടോ. അങ്ങനെ ഇവിടെയും ചൊറിയുമ്പോഴും കണ്ടു. അവിടെ നിന്ന് അങ്ങനെ ഓടിപ്പോയി. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒന്നും കറി വെക്കലുണ്ടാവില്ല. പിന്നെ താഴെ വന്ന് ഞാൻ ആ ചൊറിയുമ്പോഴിനൊക്കെ തട്ടിക്കളഞ്ഞ് പിന്നെ ഇത് ബാക്കി ഇരുമ്പുളിയൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ ഒരു പേടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇരുമ്പുളി പൊട്ടിക്കുന്നത്. അതിൻ്റെ അടിയിലേക്ക് പോകാണ്ട് കൈ മാത്രം നീട്ടിക്കൊണ്ട് പോകാണ് കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള ഇരുമ്പുളിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ചൊറിയുമ്പോഴും കൊണ്ട് വല്ലാത്തൊരു ധൈര്യക്കേടായിട്ട് ഇനിയിപ്പോൾ എവിടെയൊക്കെ ചൊറിയുമ്പോഴും ഉണ്ടാകുമെന്നറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ മേത്തേക്ക് വീഴുമോ എന്താണെന്നറിയില്ല. ഇതേപോലെ തന്നെ മിനിഞ്ഞാന്ന് കറിവേപ്പിൻ്റെ ഇതൊന്ന് വെട്ടുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അതുമ്മലും ഉണ്ടായിരുന്നു ഒരു ചൊറിയുമ്പുഴു. ഇത് അപ്പുറത്തെ പറമ്പിൽ വലിയൊരു മരം ഉണ്ട് കേട്ടോ ചൊറിയുമ്പുഴുവിൻ്റെ. അത് വെട്ടിക്കളഞ്ഞതാണ്. എന്നിട്ടും അതുമിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അരിച്ച് വരുന്ന തന്നെ കേട്ടോ. വേറെ ഒന്നും ഇവിടെ അങ്ങനെ നിറച്ച് ചൊറിയുമ്പുഴൊന്നും കാണുന്നില്ല. ഒന്നിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഇരുമ്പുളി ഞാൻ അവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ഇരുമ്പുളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. നമുക്ക് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് കുക്കറൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇതോടെ പപ്പക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് അവിടെ ഇറക്കി വെക്കാം കേട്ടോ. അരിപ്പയിലേക്ക് ഊറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് ശേഷം നമുക്കതൊന്ന് ഉപ്പേരി ഒന്ന് കാച്ചെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ വിസിലൊക്കെ അടിച്ച് പരിപ്പ് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പപ്പക്കായ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ ഒരു കറിവേപ്പിലൊന്ന് പൊട്ടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടിച്ച മുളകുണ്ടെങ്കിൽ കുത്തുമുളക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇടിച്ചതില്ല. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളതൊന്ന് ഉണക്കിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചവച്ചവിടെ വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് ഞാൻ എന്ത് ചെയ്യുന്ന 2 വറ്റൽമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് 2-3 എണ്ണം ഒന്ന് പൊട്ടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പപ്പക്കായ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നോക്കാം, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ പപ്പക്കായൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പരിപ്പ് ഒന്ന് കാച്ചെടുക്കാം കേട്ടോ. ഈ ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ചട്ടിയിലായാലും തീയൊന്ന് കുറച്ച് വെച്ചിട്ട്, എന്നാലും നല്ല രീതിയിലൊന്നും ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പരിപ്പ് ഒന്ന് വേവിച്ച പരിപ്പും ഇരുമ്പുളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാൻ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.